അല്ല സാർ, ഞങ്ങൾക്ക് വല്ലാത്തൊരു തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു. അതായത് ലാൽ സാറിന്റെ ട്രോൾ എന്നതിനെ പറ്റിയിട്ടൊന്നും അവെയർ അല്ല, അല്ലെങ്കിൽ ലാൽ സാറിന്റെ ഇപ്പൊ താടിയുടെ ട്രോൾ എന്നതിനെ പറ്റി അവെയർ അല്ല, അല്ലെങ്കിൽ ഇപ്പോൾ വാലിബൻ എന്നുള്ള സിനിമ ഒരു മിക്സഡ് റെസ്പോൺസ് ആയിരുന്നു. ഇപ്പൊ ചിലപ്പോൾ അദ്ദേഹത്തിന്റെ വേൾഡിലേക്ക് അത് എത്തിയിട്ടുണ്ടാവില്ല എന്ന് നമ്മൾ വിചാരിക്കുക. കാരണം അദ്ദേഹത്തിന് ചുറ്റും ഉള്ള ആളുകളൊക്കെ അദ്ദേഹത്തിന്റെ വിജയത്തെ പറ്റി മാത്രമേ അദ്ദേഹത്തിനോട് പറയുന്നുണ്ടാവൂ എന്നുള്ള ഒരു ധാരണ ഉണ്ടായിരുന്നു. ഇപ്പോഴും അതുള്ള ആളുകളുണ്ട് സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ. ലാലേട്ടൻ അപ്ഡേറ്റഡ് അല്ല ഇങ്ങനത്തെ കാര്യങ്ങളിൽ നിന്ന്. പക്ഷെ ശരിക്കും തുടരും അതൊക്കെയുള്ളൊരു തിരിച്ചടിയായിരുന്നു, പലരുടെയും മുഖത്തടിച്ച പോലെ. കാരണം ലാലേട്ടൻ തന്നെ ലാലേട്ടൻ ഓടിക്കൊണ്ടിരിക്കുക, അത് വല്ലാത്തൊരു കാഴ്ചയായിരുന്നു. അതെന്താ വെച്ചാൽ എല്ലാം കാണുന്ന ഒരാളാണ്, എല്ലാം ശ്രദ്ധിക്കുന്ന ഒരാളാണ്. പിന്നെ നമ്മളൊരാൾ ഭയങ്കരമായിട്ട് ചേട്ടനോട് ഇപ്പോൾ ഒരു ഓടാത്ത പടത്തെക്കുറിച്ച് പൊക്കി പറഞ്ഞാലും ചേട്ടൻ അപ്പം തന്നെ തിരിച്ചിരിക്കും, അത് അത്ര വേണോ എന്ന് ചെയ്യും. കാര്യമാണ്. എനിക്കങ്ങനെ എന്ന് വെച്ചാൽ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞ് എന്നാൽ ആരോടും പരിഭവമില്ലാതെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാക്കാതെ പോകുന്ന ഒരാളാണ്. എല്ലാം തിരിച്ചറിയും, നല്ല അത്യാവശ്യം കൃത്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളെക്കുറിച്ചും അറിയാവുന്ന. പിന്നെ ഒരു കഥ കേട്ടാലോ കാര്യങ്ങൾ അബദ്ധങ്ങൾ ഇഷ്ടം പോലെ പറ്റുമല്ലോ മനുഷ്യനാണ്. പക്ഷെ അബദ്ധങ്ങൾ പറ്റുമ്പോഴും 40 വർഷമായി ഈ അബദ്ധങ്ങൾ എത്ര ഉണ്ടായാലും എത്രയോ മറക്കാൻ പറ്റാത്ത സിനിമകൾ നമുക്ക് തന്നിട്ടില്ലേ. അപ്പോൾ അതൊരു വലിയൊരു പ്രതിഭ തന്നെയാണത്. പക്ഷേ എന്ത് പറഞ്ഞാലും ഇപ്പോൾ ഒരാൾ ഞാൻ പറയുന്നത് നമ്മുടെ ഈ നാട്ടിൽ മാത്രമേ എനിക്ക് തോന്നുള്ളൂ ഇത്ര എളിമയോടുകൂടി നിൽക്കുന്ന ആർട്ടിസ്റ്റുകളുള്ളൊരു ഇത് മലയാളത്തിലാണ്. അത് പ്രത്യേകിച്ച് പഴയകാല ആളുകൾ കൂടുതൽ. അപ്പോൾ മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ നമ്മളെ ഒരാളുടെ അടുത്തേക്ക് എത്താൻ എന്ത് ബുദ്ധിമുട്ടാണ് അല്ലേ. ഇവിടെ അങ്ങനത്തെ ഒന്നുമില്ലല്ലോ. മാനേജറിന്റെ അപ്പോയിൻമെന്റ് നമ്മൾ ആദ്യം എടുക്കണം, പിന്നെ ബൗൺസേഴ്സ് മറ്റേ മറിച്ച് അങ്ങനത്തെ. ഇത് ശരിക്കും പറഞ്ഞാൽ അങ്ങനെയൊന്നും ഇല്ലല്ലോ. കാരവാനകത്ത് മാത്രമേ ഇരിക്കൂ, അങ്ങനെയൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഇത് സമൂഹത്തിൻ്റെ ഇടയിൽ പിന്നെ ചേട്ടനൊക്കെ സുഹൃത്ത് ബന്ധങ്ങൾ ഭയങ്കരമായിട്ട് കീപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാ കുഴപ്പങ്ങളും അറിയും. തമാശയായിട്ട് പോലും നമ്മൾ ആ കാര്യങ്ങൾ അവതരിപ്പിച്ചാൽ പോലും അത് അങ്ങനെ തന്നെ കാണുന്ന ഒരാളാണ്. നമ്മൾ ഒരു കളിയാക്കി പറഞ്ഞാൽ പോലും ചേട്ടൻ അതൊരു പ്രശ്നമല്ല. കാരണം അതാണ് എല്ലാവരും വിചാരിച്ചതെന്ന് വെച്ചാൽ ഒന്നും അറിയാൻ മേലാതെ ഒരാൾ അങ്ങനല്ല, എല്ലാം അറിയാം. ഈ എന്നാൽ കുറച്ച് കഞ്ഞി എടുക്കട്ടെ എന്ന് പറയുന്ന പോലും പറയുമ്പോൾ ചേട്ടൻ പറയും വേറൊന്നും കൂടെ വേണേ ഉണ്ട്, അത് വേണോ, അതാണ് വെട്ടിയേട്ട വളർത്തുണ്ട്. അതുപോലെ ഇതിലെനിക്ക് തോന്നിയിട്ടുള്ള ഒരു ബ്രില്യൻസ്, ഇപ്പോൾ ഒരു തമിഴ് നടനെ ലാലേട്ടനൊപ്പം ഫോട്ടോയിൽ ഉപയോഗിക്കുന്നുണ്ട്, ഒരു ഫ്ലാഷ് ബാക്കിന്റെ കാര്യം പറയാൻ വേണ്ടിയിട്ട്. ഇത് വേറെ ഏതെങ്കിലും ഒരു സംവിധായകനാണെങ്കിൽ അവിടെ പ്രഭുവിനെയോ ശരത് കുമാറിനെയോ ഒക്കെ ഉപയോഗിക്കുള്ളൂ, കാരണം ഇവർ തമ്മിൽ ഒരേ കണ്ടംപററീസ്, ഒരേ കാലഘട്ടം. പക്ഷെ അവിടെയാണ് നിങ്ങൾ ബ്രില്യൻ്റ് ആയിട്ട് വിജയ് സേതുപതിനെ ഉപയോഗിക്കുന്നത്. കാരണം വിജയ് സേതുപതി ഇപ്പോഴത്തെ ആളുകൾക്ക് എല്ലാവർക്കും കണക്ട് ആവും, എല്ലാ ആളുകൾക്കും കണക്ട് ആവും. വിജയ് സേതുപതിയുടെ പ്രായവും ലാലേട്ടന്റെ പ്രായവും ആ ഫോട്ടോകളിൽ ഏകദേശം ഒരേപോലെ. അത് വല്ലാത്തൊരു പുതിയ, അത് ശരിക്കും എവിടുന്ന ഐഡിയ കിട്ടുന്നത്? അല്ല അങ്ങനെ നമ്മൾ ആളുകൾക്ക് ഒരു നമ്മൾ വെക്കുമ്പോഴും ഫോട്ടോസ് വെക്കുമ്പോഴൊക്കെ ഇപ്പോൾ ഓരോന്നും ഇഷ്ടം, നമ്മൾ പല ഇഷ്ടം നോക്കിയിട്ടാണ്. ഇപ്പോൾ അതിൽ തന്നെ ഫോട്ടോ വെക്കും വിജയ് സേതുപതി എന്ന് പറയുന്നത്. നമ്മൾ വിജയ് സേതുപതിയുടെ വെറുതെ ഒരു ഫോട്ടോ വെക്കുന്നതിന് പകരം നമുക്ക് കൂടുതൽ കണക്ഷനുള്ള, നമുക്ക് അപ്രോച്ച് ചെയ്യാൻ പറ്റുന്ന ഒരാളാണ് വിജയ് സേതുപതി. വിജയ് സേതുപതിയോട് നമ്മൾ പറയുന്നത് ഇങ്ങനെ ഒരു ഫോട്ടോ വെക്കുന്നതിനെ കുറിച്ച് ചോദിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞ് എനിക്ക് മോഹൻലാൽ സിനിമ അഭിനയിക്കാൻ ഇതുവരെ പറ്റിയിട്ടില്ല, ഒരു ഫോട്ടോ എങ്കിലും അഭിനയിക്കട്ടെ എന്നാണ്. അപ്പോൾ വിജയ് സേതുപതി അങ്ങനെ വന്നു. കാരണം എല്ലാവരും ചോദിച്ചാൽ ചെയ്യാമായിരിക്കും. ഈ ഭാരതിരാജ എന്ന് പറഞ്ഞ ക്യാരക്ടർ എന്താണ് നമ്മൾ പ്ലാൻ ചെയ്തത്. അങ്ങനെ ചെയ്യുമ്പോൾ മോഹൻലാൽ എന്ന് പറയുന്ന ഒരാൾ വെച്ചാൽ നമ്മുടെ മനസ്സിൽ ലാലേട്ടനെ പോലെ ആൾ ഇത്രമാത്രം ഒരു മാസ്റ്റർ എന്ന് പറയുമ്പോൾ എഴുന്നേറ്റ് നിൽക്കുകയും അല്ലെങ്കിൽ ബഹുമാനിക്കുകയൊക്കെ ചെയ്യുന്ന, എല്ലാവരും ഇഷ്ടപ്പെടുന്ന, അദ്ദേഹത്തിൻ്റെ മരണം അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കാര്യം വരുമ്പോൾ കൂടുതൽ ഇഷ്ടമൊക്കെ തോന്നുന്ന ഒരു കാര്യം ഉണ്ടാവണമെങ്കിൽ അതാര് വേണമെന്ന് ആലോചിക്കുമല്ലോ. അപ്പോൾ എല്ലാത്തിലും ഞാനതുകൊണ്ട് വെച്ചത് തരുൺ ഒരു കാസ്റ്റിങ്ങിൽ വളരെ ശ്രദ്ധിക്കുന്ന ഒരാളാണ്. പിന്നെ രണ്ടാമത് പെർഫോം ചെയ്യിപ്പിക്കാൻ അറിയാവുന്നൊരു ഡയറക്ടറാണ്. എന്ത് വേണം എന്ത് വേണ്ടെന്നറിയാം. അതൊക്കെ ചിലത് കൃത്യമായ കാര്യങ്ങൾ കാഴ്ചപ്പാടുള്ള ഒരാളാണ്. അപ്പോൾ കാസ്റ്റിങ്ങിൽ അത് ചെറിയ വേഷം അഭിനയിച്ചിരിക്കുന്നവരെ പോലും നോക്കുക എത്ര മനോഹരമായിട്ടാണ് അവർ ചെയ്തിരിക്കുന്നത്. ശ്യാം എന്ന് പറഞ്ഞൊരു പോലീസുകാരൻ എത്ര ആക്ട് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഈ അനുരൂപ്, ഈ ഫസ്റ്റ് ഈ ബോഡി കാണുന്ന അനുരൂപിന്റെ ഞെട്ടലിലൂടെയാണല്ലോ ഇങ്ങനെ ഒരു കാര്യം ഉണ്ടെന്ന് നമ്മൾ അറിയുന്നത്. അപ്പം അങ്ങനെയൊക്കെ എല്ലാവരും അതിനകത്ത് അത് പറഞ്ഞു കൊടുക്കാൻ അറിയാം, ആക്ട് ചെയ്യാൻ. നേരത്തെ നിങ്ങൾ പറഞ്ഞ പോലെ വളരെ നന്നായി ആക്ട് ചെയ്യാൻ അറിയാവുന്ന ഒരാളാണ്. അല്ല ശരിക്കും നല്ല ആക്ട് ചെയ്യും. കാരണം ഒരു കഥകളി വർഷങ്ങളോളം പഠിച്ചിരുന്ന ഒരാളാണ്. അപ്പോൾ പുള്ളിയുടെ മുഖത്ത് എന്ത് കാണിക്കാനും പുള്ളിക്ക് അറിയാം, അതിൻ്റെ ഇമോഷൻസ് അറിയാം എല്ലാം. പക്ഷെ ഇത്രയും
ഹൈ വോൾട്ടേജ് ആക്ഷൻ സ്റ്റണ്ട് സീക്വൻസുകൾ ഉണ്ടായിട്ടേ അതൊക്കെ മാറ്റി വെച്ചിട്ട് ഒരു ട്രെയിലർ എഡിറ്റ് ചെയ്ത് കാണിക്കാന്ന് പറയുമ്പോ അത് ഉള്ളിലൊരു കുത്തലുണ്ടാവില്ലേ ശരിക്കും? അല്ലല്ല, ഇതെല്ലാം ഞങ്ങൾ നിരന്തരം കണ്ടോണ്ടിരിക്കുകയാണല്ലോ. ആ ആ ഈ ആക്ഷനും കാര്യങ്ങളും എല്ലാം ഞങ്ങളുടെ കയ്യിലുണ്ട്. ആ നമ്മളൊരു ഒരു ഒരു ചെറിയൊരു കാര്യം മാത്രമേ ഉള്ളൂ. ഇതിൽ എന്തോ ഒരു ചെറിയ പ്രശ്നമുണ്ട് എന്ന് പറയുന്നത് എൻഡ് പോർഷൻ ഒരു 30 സെക്കൻഡ്സ് മാത്രമാണ് ആ ട്രെയിലർ നമ്മൾ ലാലേട്ടൻ ഒരു മഴയത്ത് നിൽക്കുന്ന കാണിക്കുന്നത്. പക്ഷെ പലരും അത് തെറ്റിദ്ധരിച്ചത് ഇപ്പൊ തന്മാത്രയിൽ കിടക്കുന്നതല്ലേ പോലെ ലാലേട്ടൻ എന്തെങ്കിലും സൈക്കോളജിക്കൽ പ്രശ്നം ഉണ്ടാവുന്നതാണ് വിചാരിച്ചത്. ആണ്. പക്ഷെ അപ്പം ഞങ്ങൾ അത്രയും വിട്ടതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ ഈ സിനിമ നിങ്ങൾ പറയുന്ന പോലെ അല്ലാത്ത ചില കാര്യങ്ങളിലുണ്ട് എന്ന് പറയുന്ന ഒരു കാര്യമാണ്. അതിനുശേഷം അടുത്തത് വന്നത് നമ്മൾ മറ്റേ പുറപ്പെടുന്നതെന്നും പറഞ്ഞുള്ള ഒരു തീയുടെ നടുക്കൂടെ ഇങ്ങനെ വരുന്നൊരു ടീസറാണ്. അതിന് മുമ്പ് താടിയുടെ ഒരെണ്ണം വന്നത്. ഈ എല്ലാത്തിലും നമ്മൾ അപ്പോൾ അത് കഴിഞ്ഞ താടിയുടെ വന്നു, അത് കഴിഞ്ഞപ്പം തീയിലൂടെ വരുന്നത് കാണിച്ചു. അപ്പോൾ പലതും നമ്മൾ വരാനുണ്ട് എന്ന് പറയുന്ന കാര്യങ്ങൾ മാത്രമേ കാണിച്ചുള്ളൂ. എന്താ വെച്ചാൽ നമ്മൾ ഒരു സിനിമയ്ക്ക് മുമ്പ് തന്നെ ഇതിൽ ഒരുപാട് കാര്യങ്ങൾ അങ്ങ് പറഞ്ഞുകൊണ്ടിരുന്നാലുണ്ടല്ലോ. ഇന്നത്തെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ടത്തെ പോലെയല്ല, പെട്ടെന്ന് റീച്ചാണ്. അപ്പോൾ എല്ലാം ചർച്ച ചെയ്യപ്പെടും. ഹൈപ്പ് കട്ട് ചെയ്യാൻ തന്നെ ഒരു സ്ട്രാറ്റജി ഉണ്ട്. അതുകൊണ്ടായിരുന്നു ആദ്യം തീരുമാനിച്ച് ഇതിന് ആവശ്യമില്ലാത്ത ഹൈപ്പ് വേണ്ട. പിന്നെ നിങ്ങൾ ശ്രദ്ധിച്ചറിയാം, ഒരാർട്ടിസ്റ്റും വന്നിരുന്ന് ഈ സിനിമയെക്കുറിച്ച് അതെങ്ങനെ സാധിച്ചു? സംസാരിച്ചിട്ടില്ല. അതാണ് ഒറ്റ ഒരാളില്ലല്ലോ. അതെ, റിലീസിന് ശേഷമാണ് പിന്നെ ചിലരൊക്കെ ഒന്നല്ലല്ലോ. അപ്പം നമ്മൾ അതൊന്നും വേണ്ട. പക്ഷെ അപ്പോൾ അങ്ങനെ വിശ്വസിക്കണമെങ്കിൽ അതിൽ ഞങ്ങളുടെ ഒരു കോൺഫിഡൻസ് കൂടുതലുണ്ട് അല്ലേ? അതുകൊണ്ടാണ് നമ്മൾ ആ സിനിമ ഹിറ്റായാൽ ഇടാനൊരു പാട്ട് ഷൂട്ട് ചെയ്ത് വെച്ചത്. അതല്ല എങ്കിൽ അങ്ങനെ പാട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. സിനിമ പരാജയപ്പെടാൻ ആ പാട്ട് ഇടാനേ പറ്റില്ല. ആത്മാർത്ഥമായിട്ട് പറയാലോ സാർ, ഈ പടത്തിന്റെ അനൗൺസ്മെന്റ് ഘട്ടത്തിൽ അല്ലെങ്കിൽ ഷൂട്ടിംഗ് സമയത്തൊക്കെ തന്നെ ഫേസ്ബുക്ക് വഴിയുള്ള അവിടെ ഇവിടെയൊക്കെ തന്നെ ഇതൊരു സ്ലോ പേസ്ഡ് ആയിട്ടുള്ള സിനിമയായിരിക്കും, ഇതൊരു സാധാരണ കുടുംബ ചിത്രമായിരിക്കും, കൂടിപ്പോയാൽ ഒരു മുന്തിരിവള്ളികൾ തളിർക്കുമ്പോൾ പോലെ ഒരു സിനിമയായിരിക്കും, അങ്ങനെയൊക്കെയാണ് ആളുകൾ എഴുതിയിരുന്നത്. ആളുകൾക്ക് വളരെ പ്രതീക്ഷ കുറവായിരുന്നു. അത് ബുക്ക് മൈ ഷോയുടെ ഫസ്റ്റ് ദിവസത്തെ കളക്ഷനും സെക്കൻഡ് ദിവസത്തിന്റെ കളക്ഷൻ വ്യത്യാസം തമ്മിൽ നമുക്ക് മനസ്സിലാൻ പറ്റും. ഇതെവിടെയെങ്കിലും ഒരു ഭയമായിട്ട് തോന്നിയിരുന്നു? ഇപ്പൊ നമ്മളിത് കറക്റ്റായിട്ട് തന്നെയാണ് ഇത് മാർക്കറ്റ് ചെയ്യുന്നത്, അങ്ങനെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു, ആകുലത ഉണ്ടായിരുന്നോ? ഇല്ല, അത് തരുന്നത് തന്നെ പറയും. കാരണം വെച്ചാൽ ഞാൻ എല്ലാവരോടും പറഞ്ഞൊരു കാര്യം വെച്ചാൽ, നമ്മൾ ആദ്യത്തെ ഒരു ദിവസം നമ്മൾ പേടിക്കരുത്. ഫസ്റ്റ് ഡേയിൽ നമുക്ക് അതിന് വേണ്ട പോസ്റ്റേഴ്സ് മറ്റേ മറിച്ച് ബാക്കിയുള്ളത് ഫ്ലക്സ് എല്ലാം വെക്കും. നമ്മളാരും ഇതിനകത്ത് ആവശ്യമില്ലാത്തൊരു കാര്യം തിരിച്ച് അടി വാങ്ങിക്കരുത്. നമുക്ക് സംസാരിക്കാനുള്ളത് നമ്മൾ സംസാരിക്കുന്നത് ഇരട്ടി കണ്ടിറങ്ങുന്നവർ സംസാരിക്കും. അപ്പം അതിൻ്റെ വ്യത്യാസം നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ആ ഒരു കോൺഫിഡൻസ് നമുക്ക് വെക്കണം എന്ന് പറയുമ്പോൾ അത് സത്യം പറഞ്ഞാൽ അങ്ങനെ ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. കാരണം സിനിമ കണ്ടിട്ട് ഞങ്ങൾ ഇതിൻ്റെ മിക്സിങ് എല്ലാം കണ്ടു കഴിഞ്ഞാൽ എല്ലാ ടെക്നീഷ്യന്മാരും ഒരുമിച്ച് കണ്ടിട്ട് ഒരാൾ പോലും ഇതിനകത്ത് ഒരു മിസ്റ്റേക്ക് നമുക്ക് പറയാനില്ല എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ഞങ്ങൾ അവസാനിക്കുക.